മനുഷ്യന്റെ ജീവിത പാതയെ ഗതി മാറ്റിവിടാൻ വായനയ്ക്കും എഴുത്തിനും കഴിയും. അനുഭവങ്ങളെ അക്ഷരങ്ങളിലേക്ക് പകർത്തുമ്പോൾ അത് വായനക്കാരാൽ സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ സ്വന്തം അതിജീവന കഥ പുസ്തകമാക്കി വായനക്കാർ സ്വീകരിച്ച ധനുജകുമാരി എന്ന എഴുത്തുകാരി ആദ്യമായി നിയമസഭയിലേക്ക് പുസ്തകോത്സവ വേദിയിൽ അതിഥിയായി. പ്ലാസ്റ്റിക് എടുക്കാനാണേ. വിളിച്ചാൽ മതി, ഞാൻ ഒരു പ്രാവശ്യം കൂടെ വരും, വന്നെടുത്തോളാം. പോട്ടെ, താങ്ക് യു ചേച്ചി. രാവിലെ ഞങ്ങൾ 8 മണിക്ക് ഓഫീസിലെത്തി എല്ലാവരും സൈൻ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തോട്ട് നമ്മുടെ അസോസിയേഷനിലേക്ക് ഞങ്ങൾ ഇറങ്ങും. പിന്നെ ഇപ്പം ഭയങ്കര ചൂടാണ്, കാരണം കാലാവസ്ഥ ചേഞ്ചായി വരുന്ന സമയമാണ്. ഒരു 9 മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മൾ തളർന്നു പോകും. ചേട്ടാ ഒരു ചായ, ലൈറ്റായിട്ട് കടുപ്പം കുറച്ചേ. ഞാൻ പാടിയ പാട്ടുകളൊക്കെ ഞാൻ കണ്ട ദിനാക്കളിലൊക്കെ നീ എങ്ങനെ നായികയായി, ഞാൻ നടന്ന വഴികളിലൊക്കെ നീ എങ്ങനെ കാണാനായി. ധനുജകുമാരി തന്റെ യാത്ര തുടരുന്നു. ഈ കണ്ടതും നമ്മൾ കാണാത്തതുമായ ചെങ്കൽച്ചുളയിലെ ജീവിതത്തെ അവർ സമൂഹത്തിന് നേരെ നീട്ടിപ്പിടിക്കുന്നു പുസ്തക രൂപത്തിൽ. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലേക്ക് ഇന്നവർ എത്തുന്നത് സ്വീകരിക്കപ്പെട്ട ഒരു എഴുത്തുകാരിയായി മാത്രമല്ല, അതിഥിയായും തൊഴിലിടവും എഴുത്തുമെന്ന വിഷയം ചർച്ച ചെയ്യുവാനും കൂടിയാണ്. ചേരിയിൽ വളർന്ന് ചേരിയിൽ ജീവിക്കുന്നൊരു സ്ത്രീക്ക് പുസ്തക ലോകത്തിൽ ലഭിക്കുന്ന അംഗീകാരം, അതങ്ങനെ തന്നെ വിശേഷിപ്പിക്കാനാണ് ധനുജിക്കും ഇഷ്ടം. ഞങ്ങളുടെ തൊട്ടടുത്താണ് നിയമസഭ. പലപ്പോഴും ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇതിനകത്ത് കയറാൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യത്തെ പുസ്തകമേളയിൽ നിയമസഭയ്ക്കകത്ത് കയറാനും വെറുതെ ഒരു പുസ്തകമേള കണ്ടിറങ്ങുന്ന ഒരാളായിട്ടല്ല, അതിഥിയായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞു. ലോകത്തിൻ്റെ തന്നെ എല്ലാ വിവിധ ഭാഗങ്ങളിലും എഴുത്തുകാരുടെ പുസ്തകം ഈ എല്ലാ സ്റ്റാളുകളിലുണ്ട്. ആ എഴുത്തുകാരുടെ ഇടയിൽ എൻ്റെ പുസ്തകവും എൻ്റെ ഒരു മുഖവും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ചെങ്കൽച്ചുളയിലെ കഥാകാരിയുടെ ജീവിതം ഇവിടെ പല കരങ്ങളിലേക്ക് എത്തപ്പെടുന്നു. പ്രാരാബ്ധങ്ങളോട് പോരാടുന്നവർക്ക് ഈ ഹരിതസേനാംഗം ഒരു മാതൃകയായി മാറുന്നത് ജീവിതമാകുന്ന അക്ഷരങ്ങളിലൂടെയാണ്, പുസ്തകത്തിലൂടെയാണ്. MTയെയും ഖലീൽ ജിബ്രാനെയും മാധവിക്കുട്ടിയെയും ഒക്കെ വായിക്കുന്നവർ ചെങ്കൽച്ചുളയിലെ ധനുജകുമാരിയെ പോലുള്ളവരെയും വായിക്കട്ടെ. വായനയങ്ങനെ മാറ്റത്തിന്റെ വിപ്ലവം തീർക്കട്ടെ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.